ഇപ്പോൾ ബിനോയ് വിശ്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ എത്രയോ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ നിരന്തരമായി കണ്ടിട്ടുള്ളൊരു മുഖമാണ് ബിനോയ് വിശ്വം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്താണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തര പരിപാടികളിൽ, അവരുടെ ഉദ്ഘാടനങ്ങളിൽ, സെമിനാറുകളിലൊക്കെ നിരന്തരം അതിഥിയായി പങ്കെടുക്കുന്ന ബിനോയ് വിശ്വത്തോട് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന കഴിഞ്ഞ് പിറ്റേന്ന് മാധ്യമങ്ങൾ അഭിപ്രായം തേടുമ്പോൾ ഏതൊരു വർത്തമാനമാണോ MV ഗോവിന്ദൻ മാഷ് പറയുന്നത് അതിനേക്കാൾ ഡോസിൽ പറയുന്ന ഒരു ബിനോയ് വിശ്വത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ ഈ ലൂപ്പിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ സാധ്യതകളെ, മുസ്ലിം വിരുദ്ധതയുടെ സാധ്യതകളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ളൊരു ക്യാമ്പയിനേ അല്ല. കാരണം നിലമ്പൂരിൽ ഈ പറഞ്ഞതൊന്നും, ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പ്രവർത്തകർ കൂടുതലായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയുമായി ഒന്നിച്ച് വഴിക്കടവ് പഞ്ചായത്തിൽ 5 വർഷം ഭരിച്ചിട്ടുള്ള ഒരു മുന്നണി, ഒരു പാർട്ടി, ഒരു CPM നിലമ്പൂരിൽ ഇത് പറഞ്ഞാൽ അത് യേശുമെന്ന് നിലമ്പൂരുകാർക്ക് സാമാന്യ ബോധ്യമുണ്ടല്ലോ. MV ഗോവിന്ദനെ പോലെ അത്ര മറവി ബാധിച്ച ആളുകളെല്ലാം നിലമ്പൂരിലെ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ അത്യാവശ്യം ബോധവും സ്വബോധമുള്ള ആളുകളാണ്. ഇത് ഒരു ബിഗ്ഗർ പ്ലാനാണ്. ഈ പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ 3.0ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നരേഷൻ ബിൽഡിംഗ് ആയിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്.